ഹലോ മലയാളി മക്കളെ, വണക്കം. ഇന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മലയാളത്തിലൊക്കെ റിവ്യൂ ചെയ്യുന്നവർക്കും കുറേ മലയാളീസിനും ഇവർ ആരൊക്കെയാണെന്നോ എന്തൊക്കെയാണെന്നോ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു മേ ബി വന്നിരിക്കുന്നത്. കുറച്ച് പേരുടെ മുത്തുക്കുമറിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ സൗന്ദര്യയുടെ, പവിത്രയുടെ ഫ്രണ്ടാണോ അക്കായാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതേപോലെ തന്നെ വിശാലിൻ്റെ അത് ഫ്രണ്ടാണോ അതോ സഹോദരിയാണോ എന്നറിയത്തില്ല. നമ്മൾ മലയാളീസൊക്കെ കാണുന്നവർക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എപ്പിസോഡിൽ ലൈവിൽ മേ ബി ചെയ്യുന്നുണ്ടാവാം, എപ്പിസോഡിൽ അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ വിശാലിൻ്റെയും പവിത്രയുടെയും ഒന്നിച്ചാണ് വരുന്നത്. കുറേ അഡ്വൈസ് വിശാലിന് കൊടുക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പൊക്കെ കൊള്ളാം, അതൊക്കെ മാറ്റി വെക്കുക, അതൊക്കെ വെളിയിൽ ആവാം, എല്ലാം ആവാം, പക്ഷേ ഇവിടെ ഗെയിമാണ്, ഗെയിം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നീ കളിക്ക്, പുറകെ പോയി സംസാരിക്കരുത്, എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ സംസാരിക്കുകയും വേണ്ട, പുറകെ മാത്രം പോയി സംസാരിക്കാതെ നല്ലൊരു ക്വാളിറ്റി അല്ലെന്ന് പറയുന്നുണ്ട്. അതിൽ പവിത്രയോട് പറയുന്നുണ്ട്, ഇവിടെ വോയിസ് റേസ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ആർഗ്യുമെൻറ്റ് ചെയ്തുകൊണ്ടോ അതുകൊണ്ട് മാത്രമല്ല എന്ന് നീ തെളിയിക്കുകയാണ്. നീ ഇത്രയും നാൾ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. നീ കരയരുത്, കരയാതെ മുന്നോട്ട് കളിച്ച് പോവുക, ഗെയിം നല്ല രീതിയിൽ ടിക്കറ്റ് ടു ഫിനാലെ വരുന്നു, അതൊക്കെ കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് അഡ്വൈസൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടുപേരും പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ വരുന്നത് ദീപക്കിൻ്റെ ഒരു ഫ്രണ്ടും അതേപോലെ തന്നെ സൗന്ദര്യയുടെ ഒരു ഫ്രണ്ടുമാണ് കേട്ടോ. നല്ല രണ്ടുപേരായിരുന്നു. ദീപക്കിൻ്റെ അത്രയും എടുത്ത് കാണിച്ചില്ലെങ്കിലും സൗന്ദര്യയുടെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടൻറ് ബേസ്ഡ് ആണെങ്കിൽ പോലും നല്ല രസമായിട്ട് കുറേ കാര്യങ്ങൾ, അതായത് നല്ല പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അച്ഛനോട് അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട് ക്യാമറയിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട്, അതേപോലെ തന്നെ അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകണം, എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല, ഫ്രണ്ടായിട്ടിരുന്ന ആളാണ്, എന്നിരുന്നാൽ പോലും ചോദിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാവ് കൊണ്ടൊക്കെ വിൽ യു മാരി മീ എന്നുള്ള ഒരു ബോർഡൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നീ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഗെയിം കളിക്ക്, ടിക്കറ്റ് ടു ഫിനാലെ വരുന്നുണ്ട്, അതിന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതർവൈസ് ബാക്കിയൊക്കെ നമുക്ക് വെളിയിൽ വന്നിട്ട് നോക്കാം, ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ചിന്തിക്കാം. നീ ഇപ്പോൾ ഇത് മാത്രം ചിന്തിക്കുക. കഴിഞ്ഞ സീസണാണോ കഴിഞ്ഞതിന് മുന്നത്തെ സീസണാണോ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ആളാണല്ലോ ഇദ്ദേഹം. അപ്പം അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒരു ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും പോവുകയാണ് കേട്ടോ. പിന്നീട് വന്നിട്ട് നമ്മുടെ അരുണിൻ്റെയാണ് കാണിക്കുന്നത്. അരുണിൻ്റെ ഫ്രണ്ട് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സീസണിലെ വിന്നറാണ്. കുറേ അഡ്വൈസ് കൊടുക്കുന്നത്, നല്ല രീതിയിലാണ് നീ കളിക്കുന്നത്, ഇത് തന്നെ മുന്നോട്ട് നീ സ്വന്തമായിട്ട് നിന്നാണ്, നിൻ്റെ സ്വന്തം അഭിപ്രായങ്ങളാണ് പറയുന്നത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്, അത് തന്നെ മുന്നോട്ട് പോവട്ടെ, അത് കാരണം കൊണ്ടല്ലേ ഇത്രയും നാൾ നിന്നെ പിടിച്ചു നിന്നിരുന്നത്, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുള്ള മെൻറ്റാലിറ്റി നിനക്കുണ്ട്, അതൊക്കെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ് അരുണിൻ്റെ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. ഫൈനലി വന്നിട്ട് നമ്മുടെ മുത്തുക്കുമറിൻ്റെ ഒരു ഫ്രണ്ടാണ് വരുന്നത്. അപ്പോൾ മഞ്ജരിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സംസാരക്കാരാണെങ്കിലും ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സംസാരിക്കാനാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ദീപക്കിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം പറയുന്നുണ്ട് ഇതൊരു സിലബസാണ് ബിഗ് ബോസ്, ഈ സിലബസ് എടുത്ത് അങ്ങനെ ഉൾക്കൊണ്ട് കളിക്കുന്നവർക്ക് ഇത് ജീവിതകാലത്തിൽ ഒരു വലിയ വിജയം കൊണ്ടുവരും, ഇത് നമ്മൾ ഉൾക്കൊണ്ട് കളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, ടിക്കറ്റ് ഫിനാലെ എല്ലാവരും നന്നായിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു. കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം കാണിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു എപ്പിസോഡിൽ, ഇന്ന ആളാണ് എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയാമായിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളം കേൾക്കുന്നവർക്ക്, തമിഴിലുള്ളവർക്ക് അറിയാവില്ല. നമ്മളിപ്പോൾ മലയാളം ബിഗ് ബോസിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലേ, മറ്റുള്ള സ്ലാങ്ങിൽ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല എന്താണ് എങ്ങനെയാണെന്ന്. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഈ സീസണിൽ ഞാൻ കണ്ടപ്പം ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഇല്ലേ, ഓരോരുത്തരുടെ ഇൻട്രോ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മളൊക്കെ ഇവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്താണ് ഇവരെന്താണ് എങ്ങനെയാണെന്നൊക്കെ. നമ്മൾ മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് ഇൻഫ്ലുവൻസറാണ്, ഇന്ന വർക്കാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമല്ലോ, പക്ഷേ ഇതൊന്നും തമിഴിൽ ഇൻട്രോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതർവൈസ് നല്ലതാണ്. ഈ സീസൺ സൂപ്പർവായിട്ട് പോകുന്നുണ്ട്. ആര് വിൻ ചെയ്യുന്നു നമുക്ക് ഒട്ടും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. സൗന്ദര്യാവാം, ഇല്ല ജാക്ലിൻ ആവാം, പിന്നെ ദീപക് ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റാണ്, വിശാൽ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്, അൻഷിത നന്നായിട്ട് കളിക്കുന്ന ആളാണ്, പിന്നെ ജെഫ്രി ഇവൻതോ കുഴപ്പമില്ല. ഇപ്പം നിൽക്കുന്നതിൽ
എനിക്ക് ഇച്ചിരി ഡള്ളായിട്ട് തോന്നിയിട്ടുള്ള റാണവിനെയും അതേപോലെ തന്നെ പവിത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ വിന്നറാവാൻ ചാൻസ് ഉള്ളു. ആരാണ് ആവുന്നതെന്ന് നമുക്കറിയത്തില്ല. ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യുന്നത് ആരാണോ അവർ നല്ല ബെസ്റ്റ് ഗെയിമർ ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ആയിരിക്കും കേട്ടോ മിക്കപ്പോഴും ടിക്കറ്റ് ടു ഫിനാലെ ഉണ്ടാവുന്നത്. അതിലെല്ലാവരും വിൻ ചെയ്യട്ടെ, എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലും അടിയൊന്നും കൂടാതെ നല്ല രീതിയിൽ അവർ കളിക്കട്ടെ, വിട്ടുകൊടുക്കാതെ കളിക്കട്ടെ, അവനവന് വേണ്ടിയിട്ട് കളിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയത്തുള്ളൂ അല്ലേ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.